കഴിഞ്ഞ ദിവസം ഞാനൊരു എലേനെയും എൻ്റെ ഡ്രീംസിനെയും കൂട്ടി കണക്ട് ചെയ്ത് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അല്ലെങ്കിൽ കൂടുതലും ഒരു പേഴ്സണലി എന്നോട് ചോദിച്ചു, എന്താണ് നീ ഉദ്ദേശിച്ചത്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല, ഞാൻ വേണ്ടി ചുമ്മാ ഒന്ന് ബ്രീഫാക്കിയത് പറഞ്ഞുതരാം. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് ചെറുപ്പത്തിലേ തന്നെ ഫീഡ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ സെൽഫ് എനിക്ക് സ്പൂൺ ഫീഡ് ചെയ്ത ഒരു ആഗ്രഹമാണ് ആ കണ്ട മരവും ആ കണ്ട ഇലയും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ പണ്ട് ഭിത്തിയിൽ 2 ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ലാൻഡ്സ്കേപ്പായിരുന്നു. ആ ലാൻഡ്സ്കേപ്പിൽ ഒരു ക്യാരക്ടറാണ് ആ മരവും ആ ഇലയും. അപ്പോൾ ഞാൻ എന്നും സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോഴും ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ആ ഭിത്തിയിൽ ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്നാണ് എനിക്ക് അവിടെ എത്താൻ പറ്റുക, എങ്ങനെയാണ് ആ ഫാൻറ്റസി ലോകത്തൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുക. കാരണം അന്ന് എനിക്കത് ഫാൻറ്റസിയാണ്. ഇന്ന് ചിലപ്പോൾ ഇത് ഫാൻറ്റസി അല്ലായിരിക്കാം, പക്ഷെ അന്ന് എനിക്ക് ഫാൻറ്റസിയാണ്. കാരണം ആ ഫോട്ടോയിലുള്ളത് കുറേ വെറൈറ്റി നമ്മുടെ നാട്ടിൽ കാണാത്ത മരങ്ങളും ഇലകളും കുറേ ഗൂസ് എന്ന് വെച്ചാൽ അരയണ്ണങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഫോട്ടോയാണെന്ന് അത്. അപ്പോൾ ഇന്നത് അവിടെ ഇല്ല. അപ്പോൾ പിന്നീടുള്ള എൻ്റെ വളർച്ചയിൽ പല പല ക്യാരക്ടേഴ്സ് അങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡ്രീംസിലേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു എക്സാമ്പിളായിരുന്നു ഒരു സിനിമ. എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയൊരു സിനിമയായിരുന്നു ഒരു ഹോളിവുഡ് പടം, നാർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ പടം എൻ്റെ ചെറുപ്പത്തിൽ കണ്ടപ്പോൾ അതൊരു ഫാൻറ്റസി മൂവി. ഞാനും ആ ഫാൻറ്റസിയിലേക്ക് കയറി. എനിക്കതുപോലെ സ്ഥലങ്ങൾ കാണണം, അതുപോലത്തെ സ്ഥലത്തെത്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ മനസ്സിലായി, ഓക്കെ ഇത് നമ്മുടെ നാട്ടിലെ സ്ഥലമല്ല, ഇതൊക്കെ കാണണമെങ്കിൽ എന്തായാലും നമുക്ക് വിമാനം കയറി അങ്ങോട്ടോ പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ ആ വളർച്ചയുടെ കൂട്ടത്തിൽ ഞാൻ വീണ്ടും എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഞാൻ കൂട്ടി കണക്ട് ചെയ്ത് ഞാൻ അതുകൂടെ അങ്ങ് എടുത്തു. അപ്പോൾ ആ ഫണ്ണായിട്ട് എനിക്ക് ആ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ആ മരവും ഇലയും വന്നപ്പോൾ പെട്ടെന്നൊരു തോന്നലാണ് ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നണം എന്താണ് ഞാൻ ആ മരത്തിനെയും കൊണ്ടും ആ ഒരു ഇലയിനെയും കൊണ്ടും ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളുണ്ടാവും, പല പല ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ പല പല കാര്യങ്ങൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആ ചെറുപ്പത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാരണമാണ് ആ ഭിത്തിയിലൊട്ടിച്ച ഫോട്ടോയും ആ ടി വിയിൽ കണ്ട ആ ഒരു സിനിമയും. അത് ഇന്ന് എന്നെ പ്രാബല്യത്തിലാക്കി ഞാൻ ആഗ്രഹിച്ച ആ ഒരു രാജ്യത്തിൽ, ഞാൻ ആഗ്രഹിച്ച ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാനിപ്പോൾ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ആഗ്രഹിച്ചത് ജെന്യുവൻ ആണെങ്കിൽ, അത് സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും.